ഗലി വാലോനെ തോ കിസി തര അപ്പനെ പ്രാൺ ബച്ചാ ലിയെ. ഞങ്ങൾ തെരുവുകാർ എങ്ങനെയൊക്കെയോ കിസി തര അപ്പനെ പ്രാൺ ഞങ്ങളുടെ ജീവൻ തൻ്റെ ജീവൻ രക്ഷിച്ചു. മഗർ എന്നാൽ मैं उन हजारों अभागे दिल्ली वालों के बारे में क्या कहूँ. ഞാൻ ആയിരക്കണക്കിന് ആ നിരപരാധികളായ ഡൽഹി നിവാസികളെ കുറിച്ച് എന്താണ് പറയുക. ജോ ഹവാലാത്ത് ഓർ ഖൈദ് ഖാനോമെ ബന്ദ് കർ ദിയേ ഗയേ തെ. ജയിലിലും ലോക്കപ്പിലും ജയിലിലുമായി ബന്ധിക്കപ്പെട്ട ആ നിരപരാധികളെ കുറിച്ച് ഞാൻ എന്താണ് പറയുക. ഖൈദ് ഖാന ജയിലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പുള്ളതിന് ഹവാലാത്ത് ലോക്കപ്പ് എന്ന് പറയുന്നത്. ജയിൽ ഷഹർ സെ ഭാരതി. ജയിൽ പട്ടണത്തിന് പുറത്താണ്. और हवालात दिल्ली के भीतर. ലോക്കപ്പ് ഡൽഹിക്ക് അകത്തും. इन दोनों ही जगहों में माने दोनों जगह माने हवालात और कैद खानों में बेशुमार बेगुनाहों को എണ്ണമറ്റ, ഇവിടെ എണ്ണമറ്റെന്നായി പോയിട്ടുണ്ട്, മിസ്റ്റേക്കാണ്. എണ്ണമറ്റ നിരപരാധികളെ കുത്തി നിറച്ചിട്ടുണ്ട്. ഏതുപോലെ ഈസ് കദർ ഇങ്ങനെയാണ് നിറച്ചിരിക്കുന്നത്. കി ലഗ്താത്ത ആദ്മി കെ ഭീതർ ആദ്മി സമായാ ജാ രഹാ ഹോ. ഒരു മനുഷ്യന് ഉള്ളില് വേറൊരു മനുഷ്യനെ നിറച്ചതുപോലെ തോന്നും. എങ്ങനെ? സാസ് ലേനെ ബി ദിക്കത്ത് ഹോ രഹി തീ. അവർക്ക് എന്തിനു പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. നമ്മൾ വാഗൻ ട്രാജഡിയെ കുറിച്ച്, സ്വാതന്ത്ര്യ സമരകാലത്തുള്ള വാഗൻ ട്രാജഡിയെ കുറിച്ചൊക്കെ നിങ്ങൾ സോഷ്യൽ സയൻസിൽ പഠിക്കുന്നില്ലേ? അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അത്രയ്ക്ക് ബുദ്ധിമുട്ടിലായിരുന്നു നിറച്ചിരുന്നത്. ഇൻ ദോനോ ഹി ഖൈദ് ഖാനോं के बंदियों को बाद में फांसी दे दी गई. ഈ രണ്ട് തടവറയിലുള്ള ലോക്കപ്പിലും ജയിലിലുമുള്ള ആൾക്കാരെ പിന്നീട് തൂക്കിക്കൊന്നു. നെഹി മാലൂം അറിയില്ല. കിത്തനെ ലാഖ് ലോഗ് മാർ ഡാലെ ഗയെ. എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയെന്ന്. ദില്ലി മേ അബ് കുച്ച് ഹി ഹസാർ ലോഗ് ബച്ചേ ഹോങ്കെ. ഡൽഹിയിൽ ഇപ്പം വളരെ കുറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാർ മാത്രമേ ഉള്ളൂ രക്ഷപ്പെട്ട് കാണുള്ളൂ. ബാക്കി എല്ലാവരെയും അംഗ്രേസോ കെ ഗുസ്സെ കാ ശിക്കാർ ഹോഗെ. ബാക്കി എല്ലാവരും ഇംഗ്ലീഷുകാരുടെ ദേഷ്യത്തിന് ഇരയായി കാണും. ബച്ചേ സിർഫ് വേ. രക്ഷപ്പെട്ടത് അവർ മാത്രമാണ്. ജോ ദില്ലി സെ ഭാഗ് ഗയെ. ആരായിരുന്നോ ഡൽഹിയിൽ നിന്നും ഓടിപ്പോയത്? അവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. വേലോക്ക് കുശ് കിസ്മത്തെ. അവർ ഭാഗ്യവാന്മാരായിരുന്നു. വർണ്ണ അല്ലെങ്കിൽ ഉനേം ബി ഫാസി ദേദി ജാത്തി. അവരെയും തൂക്കിക്കൊല്ലുമായിരുന്നു. ദില്ലി മേ രഹ്നാഹി ഉൻ ദിനോ മാനോ അപരാധ് ഹോ ഗയാത്ത. വേറെ ഒരു തെറ്റും ചെയ്യണ്ട. ഡൽഹിയിൽ താമസിക്കുക എന്ന് പറയുന്നത് തന്നെ ആ കാലഘട്ടത്തിൽ ഒരു അപരാധമായിരുന്നു, തെറ്റായിരുന്നു. മേരി പഹച്ചാനിക്ക ബിസ്തി താ ചിരാഗലി. ചിരാഗലി എനിക്ക് പരിചയത്തിലുള്ള വെള്ളം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരുന്നു. ബിസ്തി എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുവരുന്ന ആൾ. ബെഹദ് സീത ആദ്മി. വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു. റോസ് സുബഹ് ഷാം. ദിവസവും രാവിലെയും വൈകുന്നേരവും നെഹർക്ക പാനി പൊയ്കയിലെ വെള്ളം അപ്പിനി മഷ്കുമേം ഭർത്ത തന്റെ തുകൽ സഞ്ചിയിൽ നിറച്ച് അല്ലാഹ് കെ ഗുൺ ഗാത്താ ഹുവ സടക്കോങ്കോ നീച്ച സീഞ്ചാ കർത്ത. റോഡ് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കും. പൊടിപടലങ്ങളൊക്കെ പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റോഡ് നനച്ചുകൊണ്ടിരിക്കും. ദൈവനാമം ജപിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ റോഡ് നനക്കും. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഖാനെ കേലെ ജോബി റൂക്കി സുക്കി മെല്ലാത്തി. തിന്നാൻ എന്തെങ്കിലും ഉണക്ക വസ്തുക്കൾ ഇന്നത് നിന്നുള്ള ശാഠ്യമൊന്നുമില്ല. എന്താണോ കിട്ടുന്നത് അതാണ് ഇവിടെ റുക്കി സുക്കി ഉദ്ദേശിച്ചത്. ഉണങ്ങിയത് എന്തും കിട്ടിയാൽ ഉസിക്കോ ഗലേക്ക് നീച്ചെ ഉത്താർ. ഗലേക്ക് നീച്ചെ ഉത്താർ ഒരു പ്രയോഗമായിട്ടാണ്. അതിനെ തിന്നുക എന്നുള്ള അർത്ഥത്തിലാണ്. തൊണ്ടയിൽ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ തിന്നിട്ട് അപ്പിനെയുമേ മകനെ രഹത്ത. തൻ്റേതായിട്ട് ഒതുങ്ങിക്കൂടും, മുഴുകിയിരിക്കും. ദൈവനാമം ജപിച്ച് തൻ്റെ ജോലിയും ചെയ്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തി. ഏക് റോസ്. ഒരു ദിവസം എന്താണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം ഒരു ദിവസം എന്താണ് സംഭവിച്ചതെന്ന്. ഏക് റോസ് ദില്ലിക്ക് ബഡേ ഹാക്കിം. ഡൽഹിയിലെ വലിയൊരു ഭരണാധികാരി, വലിയൊരു ഓഫീസർ ഹഡ്സൺ സാഹബ്. നേരത്തെ ആരായിരുന്നു ഓർമ്മിക്കണേ. രണ്ട് സ്വഭാവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കേണൽ ബ്രൗൺ ഓർ ഹഡ്സൺ സാഹബ്. ഹഡ്സൺ സാഹബ് ജബ് സടക് സെ അപ്നെ ഘോഡെ പർ സവാർ ഹോക്കർ നിക്കൽ രഹേ തെ. ദില്ലിക്ക് ബഡേ ഹാക്കിമായ ഭരണാധികാരിയായ വലിയ ഓഫീസറായ ഹഡ്സൺ സാഹബ് റോഡിലൂടെ തന്റെ കുതിരപ്പുറത്ത് സവാരി നടത്തുകയായിരുന്നു. ആ സമയത്ത് ചിരാഗ് അലി സടക്ക് സീഞ്ച് രഹാത്ത.
റോഡ് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പതിവ് പോലെ ചിരാഗ് അലി. ഉസ്നെ ഹഡ്സൺ സാഹിബ് കോ സലാം നെഹി കിയ. ഹഡ്സൺ സാഹിബിനെ കണ്ടപ്പോൾ മാറി നിന്നില്ല, മനെ സലാം നെഹി കിയ, ഗ്രീറ്റ് ചെയ്തില്ല, നമസ്കാരം പറഞ്ഞില്ല. ഈശ്വർ കെ ഗുൺ ഗാതാ രഹ. പകരം അദ്ദേഹം പതിവ് പോലെ തന്നെ ഈശ്വരനാമം ഇങ്ങനെ ജപിച്ചുകൊണ്ട് നനച്ചുകൊണ്ടിരിക്കുകയാണ്, റോഡ് നനച്ചുകൊണ്ടിരിക്കുന്നു. ഹഡ്സൺ സാഹിബ് കോ ക്യാ ആയ, ഹഡ്സൺ സാഹിബ് കോ ജോ ഗുസ്സ ആയ. ദേഷ്യം വരികയും ഉനോനെ അപ്പിനി തൽവാർ സെ അഭാഗെ ചിരാഗ് അലി കാ പേട്ട് ചീർ ഡാല. ആ നിരപരാധിയായ നിഷ്കളങ്കനായ ചിരാഗ് അലിയുടെ വയറ് കുത്തിപ്പിളർത്തി. ഉസ്കി ലാഷ്, എന്നിട്ടോ ശവം എന്താക്കി, ദില്ലി കെ ദർവാസെ പർ, ഡൽഹിയുടെ ആ വാതിലിൽ കവാടത്തിൽ തൂക്കിയിട്ടു. കവാടത്തിൽ എന്താക്കിയിട്ടു, ടാങ്കിനെന്ന് പറഞ്ഞാൽ തൂക്കിയിടുക എന്ന് പറഞ്ഞാൽ ആ സ്വഭാവമാണ് കാണിക്കുന്നത്. രണ്ട് ഇംഗ്ലീഷ് ഓഫീസർമാരെ നമ്മൾ പഠിച്ചു, രണ്ടാളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഹഡ്സൺ സാഹിബിനെ, ഈ ഹഡ്സൺ സാഹിബ് തന്നെ ബാദ്ഷാ ബഹദൂർ ഷാ ജാഫർ കെ ദോനോ ബേട്ടോ, ബാദ്ഷാ ചക്രവർത്തിയായ ബഹദൂർ ഷാ ജാഫറിന്റെ ദോനോ രണ്ട് മക്കളെയും, जाफर के दोनों बेटों शहजादा फजल और मिर्जा अबू बकर का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए. അവരെയും കൊന്ന് ശവം ഡൽഹി കവാടത്തിൽ തൂക്കിയിട്ടു. ലട്ടക്കാന തൂക്കിയിടുക. ഹഡ്സൺ കോ ഹിന്ദുസ്ഥാനിയോ കാ ഖൂൻ കർണേ മേ, ഈ ഹഡ്സൺ സാഹിബിനെ, ഇന്ത്യക്കാരുടെ രക്തം ഒഴുക്കുക എന്ന് പറയുന്നത് വളരെ ആനന്ദം നൽകിയിരുന്നു. മസ ആത്താത്ത, ഹരമായിരുന്നു, ആനന്ദം നൽകിയൊരു കാര്യമായിരുന്നു. മേരെ പടോസ് മേ ഏക് ഗരീബ് ഔരത്ത് മെഹറുന്നീസ രഹത്തി ഹെ. എൻ്റെ അയൽപക്കത്ത് ഒരു ദരിദ്രയായ ഒരു സ്ത്രീ താമസിക്കുന്നു. ഉസ്കാ നാം ക്യാ ഹെ, മെഹറുന്നീസ. ഉസ്കെ പതി കി മൗത്ത് കോ 7 സാൽ ഹുവേ. മനെ മെഹറുന്നീസ കെ പതി കി മൗത്ത് കോ 7 സാൽ ഹുവേ. മെഹറുന്നീസയുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. അഖേലി ഔരത്ത്, ഒറ്റക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. दूसरों के घर में झाड़ू लगाकर किसी तरह से अपनी गुजर बसर करती थी. മനെ പടോസിയോക്ക് യാ അന്യഘരോമേ, മറ്റു വീടുകളിൽ അടിച്ചു വാരിയിട്ട് തൂത്തുവാരിയിട്ടാണ് അവരെ തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നത്. ലേക്കിൻ जब घर ही नहीं रहे, बस्ती की बस्तियां जला दी गई तो मेहरुन्नीसा काम न मिलने से भूखे मरने लगी. അങ്ങനെ ഈ സ്ഥിതിഗതികളൊക്കെ ഈ രീതിയിൽ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ വീട് തന്നെയില്ല, ഗ്രാമം തന്നെയില്ല, ബസ്തി മുഴുവൻ തെരുവുകളും ഗ്രാമങ്ങളും ഒക്കെ തന്നെ കത്തിക്കുകയാണ്. വീടില്ല, ഒന്നുമില്ല, ജോലി ചെയ്യാനുള്ള അവസരമില്ല. വീടില്ലാഞ്ഞാൽ പിന്നെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാവോ? ഇല്ല. ആ ഒരു ഘട്ടത്തിൽ മെഹറുന്നീസയും കുടുംബവും വളരെയധികം വിഷമിക്കുകയായിരുന്നു. വിശപ്പും ദാഹവും സഹിച്ച് മരണത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആജ് ഉസ്കെ യഹാ മേനെ 10 റോട്ടിയാൻ പഹുഞ്ചായി. ഇന്ന് അവിടത്തേക്ക് ഞാനൊരു 10 റൊട്ടി എത്തിച്ചു. ദൂസരി ജോ 10 റൊട്ടിയാൻ ബച്ചി, ബാക്കിയുള്ളത് അവശേഷിച്ചിരുന്നത് ഉസ്സെ മേരെ ദോനോ ബേട്ടോ ഓർ നൗക്കറോ കാ കാം ചല. അവശേഷിച്ചിരിക്കുന്ന 10 റൊട്ടിയിൽ നിന്നും എൻ്റെ 2 മക്കളും അതുപോലെ തന്നെ വേലക്കാരുടെയും വിശപ്പടക്കി. മേരെ ഹിസ്സെ മേ 1.5 റൊട്ടിയായി. എനിക്കൊരു 1.5 റൊട്ടി ബാക്കി വന്നു. ഫിർ ബി തസല്ലിത്തി, എന്നാൽ ഞാൻ സംതൃപ്തനാണ്. കി മേരി റോട്ടിയോ സെ മെഹറുന്നീസ और उसकी 2 बेटियों की ഭൂക്ക് തോ ബുജി. എൻ്റെ റൊട്ടി കാരണം, ഞാൻ നൽകിയ റൊട്ടി കാരണം മെഹറുന്നീസയുടെയും 2 പെൺമക്കളുടെയും വിശപ്പടക്കാൻ എനിക്ക് സാധിച്ചു എന്നതിൽ ഞാൻ സംതൃപ്തനാണ്. മേരാക്യ, എനിക്കെന്ത്, മേരി തോ ഭൂക്കാ രഹനേക്ക് ആദത്ത് ഹി ഹോ ഗയി ഹെ. എനിക്ക് വിശന്നിരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഹാബിറ്റായി മാറിയിരിക്കുകയാണ്, എൻ്റെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്, പതിവായി മാറിയിരിക്കുകയാണ്. ആദത്ത് സ്വഭാവം എന്നത് പതിവിനെയും കാണിക്കാൻ വേണ്ടിയിട്ട് ആദത്ത് എന്ന് പ്രയോഗിക്കും. ഓക്കെ, ക്ലിയർ? മേരാ പടോസി ഹീരാ സിംഗ് ഏക് നൗജവാൻ ഹെ. എൻ്റെ ഒരു അയൽക്കാരനാണ് ഹീരാ സിംഗ്. വോ മുझे ഹിമ്മത്ത് ബന്ധാത്താ ഹെ. അദ്ദേഹം, ഹീരാ സിംഗ് എപ്പോഴും എനിക്ക് ധൈര്യം പകർന്നു തരുന്ന ഒരു വ്യക്തിയാണ്. ഇസ് ആധേ വീറാനോർ ആധേ ആബാദ് ഷഹർമേ. ഈ പകുതി ആൾക്കാർ നിറഞ്ഞ പകുതി വിജനമായ ഈ പട്ടണത്തിലെ ശിവാജി റാം പീത്തോ ഹേ ജോ മുജസേ കഹത്തെ ഹേ. ഒരു ശിവാജി റാമുണ്ട്, എന്നോട് എപ്പോഴും പറയും കി മുസീബത്ത് കെ ഏ ദിൻ കബീ ന കബീ തോ ഖത്തം ഹോങ്കെ. നമ്മൾ പറയും ഒരു രാത്രിക്ക് ഒരു പകലുണ്ടാവുന്നു, ഈ ബുദ്ധിമുട്ടൊക്കെ ഒരു ദിവസം മാറും മിർസ എന്നോട് പറയുന്ന
ആരുണ്ടായിരുന്നു? ശിവാജി റാമും ഉണ്ടായിരുന്നു. उनका लड़का बाल मुकुंद मैंने शिवाजी राम का पुत्र है बाल मुकुंद मुझे अपने पिता की तरह चाहता है എന്നെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ജബ് മേ ബീമാർ പട ഞാൻ രോഗിയായി കിടന്നപ്പോൾ ബാലമുകുന്ദ് അംഗ്രേസ് സിപ്പാഹിയോं की नजरों से बचते बचाते ഇംഗ്ലീഷ് ഓഫീസേഴ്സ് ഇങ്ങനെ ഗ്രൗണ്ട് ചുറ്റുന്നുണ്ട്, അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഏക്ക് ഹക്കീം കോ മേരെ പാസ് ലേക്ക് ആയ ഒരു വൈദ്യനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഹക്കീം കി ദവാസെ മേരി ജാൻ ബച്ചി ആ വൈദ്യന്റെ മരുന്ന് കൊണ്ട് എൻ്റെ ജീവൻ രക്ഷിച്ചു. മുझे ജിന്ദഗി ബാൽ മുകുന്ദ് കി മദദ് സേ ഹി വാപ്പസ് മിൽ ആ ബാലമുകുന്ദിൻ്റെ, അതായത് ശിവാജി റാമിൻ്റെ പുത്രനായ ബാലമുകുന്ദിൻ്റെ സഹായത്താലാണ് എനിക്കെൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയത്. ഞങ്ങൾ അത്രയും സ്നേഹത്തിലൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ താമസിച്ചിരുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ദൂർ കെ ദോസ്തോ മേ മേറട്ട് കെ ഹരിഗോപാൽ തുഫ്ത ഹെ മറ്റു സ്ഥലങ്ങളിൽ ദൂരസ്ഥലത്തും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അങ്ങനെയുള്ള ഒരു സുഹൃത്താണ് മീററ്റിലെ ഹരിഗോപാൽ മനെ തുഫ്ത. മീറട്ട് കെ ഹരിഗോപാൽ തുഫ്ത വേ ഷായരി കർത്തെ ഹെ. തുഫ്ത എന്ന പേരുണ്ട്, ഹരിഗോപാലാണ്, തുഫ്ത എന്ന പേരുണ്ട്. വേ ഷായരി കർത്തെ ഹെ. അദ്ദേഹവും കവിത രചിക്കുന്നു, കവിയാണ്. ഉനോനെ മുझे अपने घर मेरठ से 69 രൂപയാ भेजा. ഇവിടുത്തെ ദാരിദ്ര്യം, ഇവിടുത്തെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി അദ്ദേഹം എനിക്ക് റൊക്കം പൈസ അയച്ചു. ഗേഹും കി കുച്ച് ബോരിയും ഗോതമ്പ് നിറച്ച കുറച്ച് ചാക്കുകളും തുഫ്തയുടെ ആൾക്കാർ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അദ്ദേഹം തുഫ്ത കെഹ്ലാ ബേജായ ചൊല്ലി അയച്ചിട്ടുണ്ട്. കി മേ ഫിക്കർ ന കരു, ഡോണ്ട് വറി, വിഷമിക്കരുത്, പരിഭ്രമിക്കരുത്, പരവശനാവരുത്. എന്താണ്? വേ മേരി മദദ് ഹർ കിസ്മ സേ കർത്തേ രഹേങ്കെ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ കൊണ്ടാവുന്ന സഹായമൊക്കെ ഞാൻ ചെയ്യുന്നതാണെന്ന് ചൊല്ലിയേക്കും. ബാത്തേം ജിൻകാ ലിഖന ജരൂരി നഹി. എൻ്റെ ഡയറിയിൽ ഇതൊന്നും എഴുതാന്ന് പറയുന്നത് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. സിർഫ് ഇസ്ലിയെ, എന്തിനാണ് ഞാനിത് പറയുന്നത്? ഇൻ ലോഗോं की ദരിയാ ദിലി और ഹംദർദി, ഞങ്ങളുടെ കാലഘട്ടത്തിൽ താമസിച്ചവരുടെ കാരുണ്യവും സഹാനുഭൂതിയും പറയാനും അവർക്ക് നന്ദി അറിയിക്കാനും വേണ്ടിയാണ് ഞാനിത് എൻ്റെ ഡയറിയിൽ എഴുതിയത്. രാത്തുക്കോ ചിരാഗ് നഹി ജലത്തെ, ഇപ്പോൾ ഞങ്ങളുടെ വീടുകളിൽ വിളക്ക് കത്തുന്നില്ല. ദിൻമേ ചൂൽ ഹേ നഹി, പകലാണെങ്കിൽ എന്തില്ല, അടുപ്പ് പുകയുന്നില്ല. ജബ് അനാജ് ഹി നഹി ഹേ തോ ചൂൽ ഹേ കഹാ സേ ജലെ. ധാന്യം തന്നെ വീട്ടിലില്ലാത്ത ഒരവസ്ഥയിൽ എങ്ങനെ അടുപ്പ് പുകയും? മക്കാനോ കെ മാലിക് മാർ ഡാല്, കെട്ടിടങ്ങളുടെ ഉടമകളെയെല്ലാം കൊന്നു കഴിഞ്ഞു. ബേ ഹോത്തേത്തോ ഘരോമേ ഗല്ല പാനിയാത്ത, അവരൊക്കെ വലിയ വലിയ ഉടമകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളുടെ വീടുകളിലൊക്കെ ധാന്യവും വെള്ളവും ഒക്കെ എത്തുമായിരുന്നു. ആലിബ് ജിസ്കെ ഇസ് ഷെഹർ മേ ഹസാരോ ദോസ്ത് ഹേ, ആലിബിന് ഈ പട്ടണത്തിൽ ആയിരക്കണക്കിന് ചങ്ങാതിമാരുണ്ട്. ഇസ് തൻഹായി ഓർ അക്കേലാപ്പന്മേ, എന്നാൽ ഈ ഒറ്റപ്പെടലിലും ഏകാന്തതയിലും ഒറ്റപ്പെടലിലും സിർഫ് അപ്പിനി കലം കെ സഹാരഹി ജിന്ദ ബച്ചാ രഹ ഗയ, തൻ്റെ പേനയുടെ സഹായത്താലാണ് ജീവിതം ഇപ്പോഴും ജീവൻ ബാക്കി നിൽക്കുന്നത്. ഉസ്കെ സാരേ ദോസ്ത് ഏക് മാർ ഡാലെ ഗയേ, മിർസാ ഗാലിബിൻ്റെ ഓരോ ചങ്ങാതിമാരെയും ഓരോരാളെയും കൊല്ലപ്പെടുകയാണ്, കൊന്നൊടുക്കി അവരെയൊക്കെ തന്നെ. മേരി ആത്മാമേം അബ് കേവൽ ദുഃഖ് ഹി ദുഃഖ് ഹെ, എൻ്റെ ആത്മാവിൽ ഇപ്പോൾ ദുഃഖം മാത്രമേ ഉള്ളൂ. മേ അപ്ന ബിസ്തർ ഓർ കപ്പടെ ബേച്ച് കർ, ഞാൻ എൻ്റെ കിടക്കയും വസ്ത്രങ്ങളും വിറ്റ് വിറ്റ് ജിന്ദഗി ഗുസർ രഹാഹും. ഇപ്പം ഞാൻ എനിക്കുള്ളത് ഒന്ന് മാത്രം, എന്താ, കിടക്ക, അത് വിറ്റു. വസ്ത്രങ്ങളും ഒക്കെ വിറ്റുകൊണ്ടിരിക്കുന്നു. ദൂസരേ ലോഗ് ജിസ് തരഹ സെ റോട്ടിയാ ഖാത്തേ ഹെ, മറ്റുള്ളവർ റൊട്ടി തിന്നുമ്പോൾ മേ കപ്പടെ ഖാ രഹാഹും, ഞാൻ വസ്ത്രങ്ങളായിരുന്നു തിന്നുകൊണ്ടിരുന്നത്. ഡർത്താഹും കി ജബ് സബ് കപ്പടെ ഖാലൂങ്ക തോ നംഗാ ഹി ഭൂഖ മർ ജാഊങ്ക, ഞാൻ ഭയക്കുന്നു. मैंने मिर्जा गालिब कहता है उनकी गरीबी के बारे में, ഡർത്താ ഹും കി ജബ് സബ് കപ്പടെ ഖാലൂങ്ക, ഞാൻ ഭയപ്പെടുന്നു ഈ വസ്ത്രങ്ങൾ മൊത്തം വിറ്റ് കഴിഞ്ഞാൽ ഞാൻ നഗ്നമായി വിശന്ന് മരിക്കേണ്ടി വരുമെന്ന് ഭയക്കുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഡൽഹിയിൽ ബ്രിട്ടീഷുകാർ നടത്തിയ കിരാതവാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. ആ കാലത്ത് ബ്രിട്ടീഷുകാർ
പിഞ്ചു കുട്ടികളും സ്ത്രീകളും അടക്കം അനവധി പേരെ കൂട്ടക്കൊല നടത്തി. ധാരാളം പേർക്ക് വീടും കുടുംബവും നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷുകാരെ ഭയന്ന് നിരവധി പേർ മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. ഡൽഹിയിലെ ഒരു ചെറിയ ഗലിയായിരുന്നു മിർസ ഗാലിബും കുടുംബവും താമസിച്ച സ്ഥലം. അപ്പോൾ ഈ 1857 കലാപം മിർസ ഗാലിബിനെയും കുടുംബത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും അയൽക്കാരെയും വേലക്കാരെയും ഒക്കെ തന്നെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതും ഈ ഡയറിയിൽ വ്യക്തമാക്കുന്നു.